ചേട്ടാ ഇവിടെ തീറ്റപ്പുല്ല് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? തീറ്റപ്പുല്ല് നമ്മൾ 3 രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പുല്ലിന്റെ സ്റ്റമ്പ് നമ്മൾ 1 രൂപ 2 രൂപ നിരക്കിൽ. അപ്പൊ ഇപ്പൊ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പൊതുവിൽ സ്റ്റമ്പ് കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ കർഷകർക്ക് 2 രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊതുവിൽ ഇപ്പൊ തീറ്റപ്പുല്ല് വേനൽക്കാലം ആയതുകൊണ്ട് ക്ഷീര കർഷകര് തീറ്റപ്പുല്ല് അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ വിതിരയില് നമ്മള് പേപ്പാറ പോകുന്ന ഭാഗത്ത് ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ കാണാൻ പറ്റും നല്ല വിളവില് ഇപ്പൊ സ്റ്റമ്പിനായാലും പുല്ലിനായാലും ആവശ്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള പുല്ല് വാഹനത്തിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കുറച്ചു മുമ്പ് വരെ വാഹനങ്ങളിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ മാറ്റിയിട്ട് ഇപ്പോൾ കർഷകർക്ക് അവരുടെ സൗകര്യത്തിന് തന്നെ അവർക്ക് തൊഴിലാളികളുമായിട്ട് വന്ന് നമുക്ക് പുല്ല് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കൂടി നമ്മളിപ്പോൾ വണ്ടി ഈ സൈറ്റ് വരെ വരും. കർഷകർ വന്ന് കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 രൂപ എന്നുള്ളത് അവർക്ക് കുറച്ചൊരു വില കുറച്ച് അവർക്ക് തന്നെ വന്നത് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഉള്ളത് പുല്ല് നടാൻ കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് പുൽകൃഷി ചെയ്യണം. ഒരു പശുവൊക്കെ ഉള്ളവർക്ക് ഒരു 10 സെന്റിലൊക്കെ പുല്ല് നടാമെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ഈ പുറത്തുനിന്ന് വരുന്ന വൈക്കോലൊക്കെ ആശ്രയിക്കാതെ ക്ഷീരകൃഷി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ പുല്ല് വെട്ടുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് നടാനുള്ള സ്റ്റമ്പും അവർക്ക് കിട്ടും. അപ്പോൾ അതൊരു ബോണസ് ആയിട്ട് അവർക്ക് കിട്ടും. മറ്റേത് ഞാൻ ഇത് കൃഷി തുടങ്ങുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്നൊക്കെ 2 രൂപ വിലയ്ക്ക് സ്റ്റമ്പ് വരുത്തിക്കുകയാണ് ചെയ്തത്. അത് വരുത്തിക്കുന്ന സമയത്ത് തന്നെ പിന്നെ കൊറിയർ ചാർജ് കൂടി ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കർഷകർക്ക് അവർക്ക് തിരുവനന്തപുരം ജില്ലയിലോ അടുത്തുള്ള ജില്ലക്കാർക്കൊക്കെ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനുള്ള സ്റ്റമ്പ് മുറിച്ച് കൊണ്ടുപോകാം. പുല്ലും അതുപോലെ അവരുടെ സൗകര്യത്തിന് മുറിക്കാം. അപ്പോൾ കർഷകർക്ക് ഉപയോഗമാണല്ലോ. എല്ലാം നമുക്കൊരു വ്യവസായമാണ്, പക്ഷെ കർഷകർക്കും കൂടി ഉപയോഗം വരുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഈ സംരംഭം തുടങ്ങിയത് തന്നെ. ഞാൻ നമ്മുടെ ക്ഷീര വകുപ്പിൻ്റെ തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഫോഡർ ഫാമിൽ നിന്ന് തീറ്റപ്പുൽ കൃഷിയുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം അവരുടെ ഒരു അഭിപ്രായമൊക്കെ കൂടെ വച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പം നമുക്ക് മാക്സിമം ഇത് കർഷകരിലോട്ട് എത്തണം, എങ്കിൽ മാത്രമേ നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ശുദ്ധമായ പാല് കിട്ടണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പച്ചപ്പുല്ലാണ്. അപ്പോൾ അത് വൈക്കോല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാലിനും അതേ ഗുണമേ കാണുള്ളൂ. ഇത് നമ്മുടെ സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ടിട്ടുള്ള പുല്ലാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. റെഗുലറായിട്ട് കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിനുള്ള പുല്ല് കട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. തൊഴിലാളികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് കുറച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലം പാട്ടത്തിനടുത്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വിതിരയിൽ തന്നെയുള്ള നമ്മുടെ ഒരു ബാലുചേട്ടൻ എന്ന് പറയുന്ന ആളുടെ പരിചയത്തിലാണ് നമുക്ക് ഈ പാട്ടത്തിന് കിട്ടിയത്. എത്ര വർഷമായിട്ട് പാട്ടത്തിനടുത്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു 2ാമത്തെ വർഷം ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ ഒരു ഫീൽഡിലോട്ട് വരാനുണ്ടായ സാഹചര്യം? ഞാൻ പണ്ടേ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കൊറോണയുടെ സമയത്ത് 2 വെച്ചൂർ പശുവിനെ വാങ്ങി. അതിനുശേഷം ഞാൻ ഈ യൂട്യൂബിലൊക്കെ നമ്മുടെ ഈ തീറ്റപ്പുൽ കൃഷിയുടെ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മുടെ നാടിനും കൂടി ഉപയോഗമുള്ള കാര്യമാവണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇവിടെ തന്നെ ഇതിന്റെ ചുറ്റും പന്നി ശല്യം തീറ്റപ്പുല്ലിനെ ബാധിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് നട്ട് പൊടിച്ചു വന്ന സമയത്ത് പന്നി വന്ന് ഇതിനെ കുത്തിമറിക്കാൻ തുടങ്ങി. പിന്നെ ഇതിന് ചുറ്റും ഉള്ള സ്ഥലത്ത് നമ്മൾ ഫെൻസിങ് ഇടേണ്ടി വന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പൈസയാണ് ഇതിലോട്ട് പോയത്. പിന്നെ പശുക്കളുടെ എണ്ണം പൊതുവിൽ കുറവാണ് എന്നാണ്. പുതിയ ആൾക്കാർ ഇതിലോട്ട് വരണം, പക്ഷെ വരുന്ന സമയത്ത് പഠിച്ചിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് തന്നെ ഇപ്പൊ കുറച്ച് അധികം പുല്ല് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ എനിക്കിത് വിറ്റുപോയെങ്കിൽ മാത്രമേ ഞാനും അടുത്തൊരാളിനോട് എനിക്കിത് പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ പുതിയ ആൾക്കാർ വരും. ഞാനിത് ഇവിടെ ചെയ്യുന്ന സമയത്തും പലരും പറയുന്നത് നിങ്ങളിത് ചെയ്താൽ ഇതെങ്ങനെ ഇത് സെയിലാവും. ഞാൻ പറഞ്ഞു അതിനുള്ളൊരു സാധ്യത സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത സമയത്ത് കുറച്ച് പുല്ല് പോകാനൊക്കെ ഒരു ഡിലേ വന്നു. ഇപ്പൊ വേനൽക്കാലമാണ്. പുല്ല് അന്വേഷിക്കുന്നവർക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലക്കകത്ത് നഗരപ്രദേശങ്ങളിലൊക്കെ പലരും പുല്ല് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിലോട്ട് അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല പുല്ല് കിട്ടുകയും ചെയ്യും. അവർക്ക് വൈക്കോല് ഒരു കെട്ടൊക്കെ ഇപ്പൊ 300 രൂപ ആണ് ഏറ്റവും കുറഞ്ഞ. അപ്പോൾ ആ പൈസ നമ്മൾ ഇതിന് ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിനേക്കാളും ഗുണമായിരിക്കും അവർക്കെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ നാട്ടിലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരണം, എങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലുള്ള നമ്മളെ ക്ഷീര മേഖലയായാലും കാർഷിക മേഖലയായാലും
മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിൻ്റെയും ക്ഷീരവകുപ്പിൻ്റെയൊക്കെ. പിന്നെ എനിക്ക് വേറൊരു അഭിപ്രായമുള്ളത്, തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉള്ള കുറച്ച് തൊഴിലാളികളെ ഇങ്ങനെയുള്ള കർഷകർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മേഖലയിൽ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അവർക്ക് ആ ഒരു അതിലൊരു പരിജ്ഞാനം വരും. നാളെ അവർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. നാടിലൊരു പ്രോഡക്റ്റ് ഉണ്ടായി വരും. നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പൊതുവിൽ നമ്മളെ നാട്ടിൽ കാണുന്നത് കുറച്ച് പേർക്ക് അത് വലിയ ഗുണമാണ്. കുറേ പാവപ്പെട്ട അമ്മമാർക്ക് കുടുംബങ്ങളൊക്കെ അത് വെച്ച് കഴിയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ഉൽപ്പന്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉൽപ്പന്നം ഇല്ല എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 2-3 പശുക്കളെയൊക്കെ വളർത്തുന്ന ഒരു ആളുണ്ട്, ഒരു സ്ത്രീ ഉണ്ട് എങ്കിൽ അവർക്ക് ഒരു തൊഴിലുറപ്പിലെ ഒരു തൊഴിലാളിയെ കൊടുത്താൽ അവർക്കൊരു വലിയ സഹായമാവും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ചാണകപ്പൊടി ഉണ്ടാക്കാനോ പശുവിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നോ ഒക്കെ പഠിക്കാൻ പറ്റും. ഈ ക്ഷീര കർഷകയായിട്ടുള്ള സ്ത്രീക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത്യാവശ്യം ഇവരെ ഏൽപ്പിച്ചിട്ട് പോവാം. അവരും കുറച്ച് ഫ്രീ ആവും, ഇവർക്കൊരു തൊഴിൽ പഠിക്കാം, നാട്ടിൽ ശുദ്ധമായ പാല് കിട്ടും. അങ്ങനെ കർഷകരിലേക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, സർക്കാർ പറയുന്ന നിബന്ധനയോട് കൂടിയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലെ കൃഷിയും കാർഷിക മേഖലയും വ്യാവസായിക മേഖലയൊക്കെ നന്നായി വരുമെന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പുണ്ട്, എല്ലാവരും തൊഴിലുറപ്പിന് പോകും. നമ്മളൊരു ജോലിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അവർ നമ്മൾ 1000 രൂപയൊന്നും കൊടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ജോലി നമുക്ക് പുറത്തൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പൈസയ്ക്ക് ആനുപാതികമായിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി അവരെ നിന്ന് കിട്ടാറുമില്ല. അപ്പോൾ ഈ 300 രൂപ എന്ന് പറയുന്നത് സർക്കാർ 300-350 രൂപ സർക്കാർ ചിലവാക്കുന്ന പൈസ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ കർഷകരുടെ ഇടയിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കീം ഉണ്ടാക്കി ഒരു 3-4 തൊഴിലാളികളെ അവരുടെ ഏരിയ അനുസരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 3 മണി വരെ വന്ന് അവരുടെ ജോലി ചെയ്യുമ്പോൾ ഈ കർഷകന് വലിയൊരു സഹായമായിരിക്കും അത്. അതുപോലെ ഈ വരുന്ന തൊഴിലാളിക്കും അവരും ഒരു നാടിൻ്റെ ഒരു ഉൽപാദന പ്രക്രിയയിൽ അവർക്കും പങ്കെടുക്കാൻ പറ്റും. തൊഴിലുറപ്പ് നാട്ടിലിപ്പോൾ അങ്ങനെ ഒരു ഉൽപാദന പ്രക്രിയയിൽ അവർ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമേ അത് നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ട് ഏതെങ്കിലും ഒരു ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോ ഒക്കെ ഒന്ന് ചിന്തിച്ച് തൊഴിലുറപ്പിനെ കാർഷിക മേഖലയിലേക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാരിലേക്ക് അവരെ കൊടുത്തുകൊണ്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ റബ്ബർ മേഖല അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, സ്വന്തമായിട്ട് കുറച്ച് മരമുള്ള ആൾ ടാപ്പ് ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന ആളായിരിക്കും. പക്ഷേ അയാൾക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ പാലെടുക്കാൻ പറ്റത്തില്ല, റബ്ബർ പാല് കളക്ട് ചെയ്യാൻ. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതിന് കിട്ടത്തില്ല, അവർ തൊഴിലുറപ്പിന് വേണ്ടി പോകും. അപ്പോൾ എന്ത് ഈ റബ്ബർ വെട്ടാതാവും, അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം നാട്ടിൽ കുറയും. അങ്ങനെ എല്ലാ മേഖലയിലും തൊഴിലുറപ്പ് നമുക്ക് ഗുണമുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ അത് കുറവുകൾ വരുത്തിയിട്ടുണ്ടോ എന്നൊരു കാര്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. പിന്നെ ഈ പുൽകൃഷി നല്ലൊരു മേഖലയാണ്. പക്ഷേ വൈക്കോലിനെ അപേക്ഷിച്ച് പുല്ലിന് എന്താണ് മേന്മ? വൈക്കോലിനെ അപേക്ഷിച്ചിട്ട് വൈക്കോൽ കൊടുക്കുന്ന സമയത്ത് അതിൽ വേറെ പ്രത്യേകിച്ച് വൈറ്റമിൻസോ മിനറൽസോ കാൽഷ്യമോ അങ്ങനെയൊന്നുമില്ല. അത് പശുവിൻ്റെ വയറ് വീക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ്, അപ്പോൾ അത് പശുവിൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നൊരു സാധനമാണ്. പക്ഷെ തീറ്റപ്പുല്ലെന്ന് പറയുമ്പോൾ അതിൽ ജലം മുതൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും, പ്രത്യേകിച്ച് സൂപ്പർ നേപ്പിയറിലൊക്കെ കാൽഷ്യത്തിൻ്റെ കണ്ടന്റും വൈറ്റമിൻസും ഒക്കെ പശുവിന് ആവശ്യമായിട്ടുള്ള എല്ലാം, അതിൻ്റെ ആരോഗ്യം നിലനിൽക്കും, പാലിന് ഗുണം കിട്ടും. അപ്പം നമ്മൾ എന്താണോ ഇൻപുട്ട് അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം വൈക്കോലും തീറ്റയും മാത്രം കഴിക്കുന്ന പശുവിൻ്റെ പാലിന് ആ ഗുണം ഉണ്ടാവും. തീറ്റപ്പുല്ല് കഴിക്കുന്ന പശുവിന് അല്ലെങ്കിൽ പുല്ല് മേഞ്ഞ് നടക്കുന്ന പശുവിന് ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീറ്റപ്പുല്ല് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ തീറ്റപ്പുല്ല് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്നുള്ളതാണ്. പിന്നെ ചെറുതായിട്ടെങ്കിലും ആൾക്കാർ ഒരു വീട്ടിലൊരു നാടൻ പശുവിനെങ്കിലും വളർത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം നമ്മൾ വരുന്ന തലമുറ കൃഷിയെക്കുറിച്ച് ഒക്കെ അതിൻ്റെ അടിസ്ഥാനമൊക്കെ പശുവാണ്.
അപ്പോൾ നമ്മൾ പണ്ട് നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ ഫോട്ടോയിൽ തന്നെ ഒരു പശു ഉണ്ടാവും. പശുവുള്ള ഒരു അത് നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു വീട്ടിലൊരു ചെറിയൊരു പശുവിനെങ്കിലും വളർത്തണം. അതുവഴി ചെറിയ രീതിയിലൊരു ജൈവ കൃഷി ചെയ്യണം. പക്ഷെ ഈ ചെയ്യുന്ന കർഷകൻ ഒരിക്കലും ഒരു പരാജയമാണ് എന്ന് സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പുതിയ തലമുറ അതിലേക്ക് വരില്ല. ശരിയാ. അപ്പോൾ നമ്മൾ ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമൂഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളും ഒക്കെ അവരെ പ്രൊജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് വളരെ നന്നായിരിക്കും. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ആളുണ്ട്, ഒരു 10-30 വർഷമായിട്ട് അവർ ക്ഷീര കർഷകയാണ്, ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ ഇന്ന് വരെ അവർക്ക് ഒരു അവാർഡ് പോലും കിട്ടിയത് എൻ്റെ അറിവിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് ഈ കാര്യം പോവും. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ നാട് പിന്നിലോട്ടാണല്ലേ? കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും അത് ഒരു ചിങ്ങം 1 ഒരു പരിപാടി നടത്തി കൃഷിഭവനിൽ അവരെ കുറച്ച് പേരെ ലിസ്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. കുറേ പേര് അത് ആത്മാർത്ഥതയുള്ള നല്ല കർഷകരുമുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഒരു കുട്ടിക്കാലത്തെ കൃഷിയുടെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അതിൽ നിന്നൊരു വരുമാനവും വേണം, അതുവഴി ഈ കൃഷി നിലനിൽക്കുകയും വേണം. അപ്പോൾ ഇത് വരുമാനം ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആരും ഇതിനു വേണ്ടിയിട്ട് നിൽക്കില്ല. കാര്യം പഴയ സാഹചര്യം അല്ലല്ലോ. പണ്ട് നമ്മളെയൊക്കെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജീവിച്ചൊരു സാഹചര്യമല്ലേ. പൈസ ഉണ്ടെങ്കിൽ ദിവസം കഴിഞ്ഞു പോകും. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുക, അതിന് സമൂഹം കൂട്ടായിട്ട് അവരുമായിട്ട് സഹകരിക്കുക, കർഷകനെ ബഹുമാനിക്കുക. നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു പൊതുവേദിയിൽ വരുന്ന സമയത്ത് കർഷകന് ആ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, കൃഷി പഠിപ്പിക്കുക, സ്കൂളുകളിൽ നിന്ന് തന്നെ കൃഷിയെ പഠിപ്പിക്കുക. പ്രാക്ടിക്കലായിട്ട് അവൻ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ തമിഴ്നാടിനെയും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഉൽപ്പന്നം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറകിൽ കാണാൻ പറ്റും, നമ്മൾ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. നമ്മളിത് പുല്ല് നട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാർ സമൂഹത്തെ അറിയുകയും സമൂഹം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു ഉൽപ്പന്നം വാങ്ങുകയും സമൂഹത്തിൻ്റെ ഒരു അന്വേഷണം വേണം. ഒരാളൊരു സംരംഭം ചെയ്യുന്നു, അവൻ വിജയിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു സംരംഭം വിജയിക്കും. ഒരു സംരംഭം എന്ന് പറയുമ്പോൾ അതിൽ കുറേ സാങ്കേതിക വശങ്ങൾ മാത്രമല്ല. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്ര ഏക്കർ കൃഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഉള്ളതും കൂടി സമൂഹവും കൂടി അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട് നന്നാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ തമിഴ്നാടൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു 2 സെൻറ്റിലായിരിക്കും ഒരു വീട്, പക്ഷെ ആ വീട്ടിലൊരു പശുത്തൊഴുത്തുണ്ടാവും, ഒരു കോഴിക്കൂടുണ്ടാവും, വീടിൻ്റെ മുറ്റത്തിന് നെല്ലിയോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെ എത്രയോ സ്ഥലം തരിശായിട്ട് കിടക്കുന്നു. കേരളത്തിന്റെ ഒരു ജീവിത രീതി തികച്ചും വ്യത്യാസമാണല്ലേ കേരളത്തിന്റെ ഒരു ജീവിത രീതി തമിഴ്നാടുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കയറുന്ന സമയത്ത് അവർ ഒരു ചെറിയൊരു വീടാണെങ്കിൽ പോലും അവിടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവർ ഫിനാൻഷ്യലി അവർ വളരെ റിച്ചും ആയിരിക്കും. പക്ഷെ അവരുടെ കാർഷിക സംസ്കാരം അവർ വിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആഹാരത്തിനും ഒന്നും അവർ വേറെ ആരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയില്ല. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് ഒരു വലിയൊരു മഴ പെയ്താൽ ഈ ടാങ്കർ ലോറിയിലൊക്കെയാണ് കേരളത്തിലോട്ട് പാല് വരുന്നത് എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ. അപ്പോൾ നമുക്കറിയാം പാലിലൊക്കെ ഒരു ചൂട് ഒരു ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ആ പാല് പിരിഞ്ഞു പോകും. അതെ. അപ്പോൾ പഴയ അമ്മമാരുടെ ചോദിച്ചാൽ പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഈ വെയിലത്ത് ഈ ടാങ്കർ ലോറിയിൽ ഈ സാധനം ഒരു കേടും സംഭവിക്കാതെ ഇവിടെ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് ചായ ഇടുന്നെന്ന് വെച്ചാൽ അത് നമ്മൾ പരിശോധിച്ച് ചിലപ്പോൾ അതിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാവും. അതെ. അപ്പോൾ അത് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരാണ്. നമുക്കിത് കഴിച്ചാൽ പ്രശ്നം വരും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ കഷ്ടപ്പെടില്ല. ഞാൻ ഇത് കഴിച്ച് മലയാളിക്ക് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മളത് ആരും പഠിപ്പിച്ചില്ല. നമ്മൾ ആ ശീലം നമ്മൾ കൊച്ചുനാളിലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ. അതെ അതെ.
നമ്മളുടെ പറയുന്ന പഠിക്കുക, ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ തീറ്റപ്പുൽ കൃഷിയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ പറയും, നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കൂടെ, എന്തിനാണ് വെറുതെ പോയി കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും പ്രകൃതിയിൽ കുറച്ച് ശുദ്ധവായുവെങ്കിലും കിട്ടും, കുറച്ച് പശുക്കൾക്ക് ശുദ്ധമായിട്ടുള്ള ആഹാരം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നാടുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന മേഖലയ്ക്ക് വേണം എന്ന് ഉള്ള ഒരാഗ്രഹം ഉണ്ട്. അതാണ് നമ്മൾ ഈ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീറ്റപ്പുൽ കൃഷി നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 2 പശുവൊക്കെ വാങ്ങി നമുക്ക് അത്യാവശ്യം സമയമൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് സ്ഥലം തരിശായി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാം. കൃഷി ചെയ്താൽ നമുക്ക് പശുവിനെ വളർത്താം, അല്ലെങ്കിൽ ആടിനെ വളർത്താം. അപ്പോൾ വലിയ രീതിയിൽ ആദ്യമേ ചെയ്യാതെ ചെറിയ രീതിയിൽ ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിൽ കുറേ പ്രശ്നങ്ങൾ, ഇപ്പം അത് വലിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം, നമുക്കിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അത്രയും പശുക്കൾ നമ്മളെ നാട്ടിലില്ല. പിന്നെ ഈ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് തീറ്റപ്പുല്ല് നമുക്ക് ചില ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് ഇത് നിന്നു പോകുന്നൊരു സാഹചര്യം വരുന്നത്. എളുപ്പത്തിന് ഈ കച്ചിലാണ് ഉപയോഗിക്കാറ്. എളുപ്പത്തിൽ നമുക്ക് കിട്ടും. കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്, ഈ പാലിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളൊരു 300 രൂപ ലാഭം നഷ്ടം നോക്കില്ല, നമ്മൾ 300 രൂപ എടുത്ത സാധനം കിട്ടും, നമ്മൾ വാരി പശുവിനിട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പാലിന് ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ ഗുണമില്ല എന്ന്. കച്ചിലിനെക്കാട്ടിയും വില കുറച്ച് ഇവിടെ തീറ്റപ്പുല്ല്, കച്ചിലിനെക്കാട്ടി നമ്മള് നോക്കുകയാണെങ്കിൽ ആ വിലയില് നമുക്ക് കച്ചിൽ വാങ്ങിക്കുന്നതിന്റെ ഇരട്ടി പുല്ല് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് കഴിക്കുന്ന പശുവിന് നമ്മളുടെ ഒരു സ്നേഹം കാണും. കാര്യം നമുക്ക് എന്നും ഗോതമ്പ് കൂട്ട് മാത്രമാണ് കിട്ടുന്നത്, നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളെ ബുദ്ധിമുട്ട് പോലെ തന്നെ അവർക്കും ഉണ്ടാവും, അവർക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തീറ്റപ്പുല്ല് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക. ചേട്ടനൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അനീഷ് എന്നാണ്. കുറച്ചു കാലം ഞാൻ പഠിച്ചത് പോളിടെക്നിക് ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഒരു ഫിനാൻസിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഒരു കോൺട്രാക്ട് ബേസിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. തീറ്റപ്പുല്ല് ആവശ്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തിക്കോട്ടെ? തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടേണ്ട കാര്യങ്ങളും അതിന്റെ പരിചരണം എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. നടാനുള്ള സ്റ്റമ്പ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചാൽ വളരെ സന്തോഷം. ഇന്നിപ്പോൾ ക്ഷീരവകുപ്പിന്റെ 2 ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവർ ഈ ബാരൽ ലാൻഡിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്കീമിൽ നമ്മളെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള കൃഷികളിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടി വരും. കാര്യം സാങ്കേതികത്വം മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പം സാങ്കേതികത്വം നമുക്ക് ഒരുപാട് പറയാൻ പറ്റും, അതാണ് ഇതാണ്. പക്ഷെ നമ്മൾ ഒരാൾ തയ്യാറായി വരുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ വിജയം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൃഷി നമുക്ക് മനുഷ്യനുള്ളിടത്തോളം, പ്രകൃതി ഉള്ളിടത്തോളം കാലം കൃഷി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാര്യം നമ്മുടെ സംസ്കാരം എല്ലാ മേഖലയിലും നോക്കിയാലും എല്ലാവരും റൂട്ട് കൃഷി എന്നാണ്. അപ്പം കൃഷിയിലേക്ക് മടങ്ങേണ്ട ആവശ്യമില്ല. നമ്മള് രാവിലെ എണീക്കുമ്പോൾ ഒരു അത്യാവശ്യം വീട്ടിലൊരു ചെടിക്കെങ്കിലും വെള്ളം ഒഴിക്കുക, നമ്മുടെ ഒരു ചെറിയ മടി ഒന്ന് മാറ്റി വെച്ചാൽ മതി. ചെറിയൊരു മടി മാറ്റി വയ്ക്കുക. അതിപ്പോൾ നമുക്ക് വ്യായാമമാവും. അപ്പോൾ അതുപോലെ ഒരു കൾച്ചർ കുട്ടികളിലൊക്കെ അത് ഒരു സഹജീവി സ്നേഹമൊക്കെ ഉണ്ടാവാൻ കൃഷിയും ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുക, അതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അവരിൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും. നമ്മൾ മേശ വരെ മുമ്പ് പോയി ഇരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നൊരു ശീലം ഇപ്പം മലയാളിയോടൊപ്പം ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റി നമ്മളൊരു കുടുംബത്തിൽ കൂട്ടായിട്ടൊരു കുറച്ച് പേര് കൃഷി ചെയ്യുക, കുറച്ച് പേര് അതിന് തയ്യാറാവുക. ഈ തയ്യാറാവുന്നതിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അയാളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സമൂഹം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരാൾ കൃഷി ചെയ്ത് നമ്മളിത് കൊണ്ടുവന്ന് വേൾഡ് മാർക്കറ്റിൽ കൊടുത്ത് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് കാരണം അയാളെ കയ്യിൽ നിന്ന് സമൂഹം കൃഷിക്കാരെ അന്വേഷിച്ച് പോയി സാധനം വാങ്ങിക്കുന്നില്ല. അപ്പോൾ അവർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വേൾഡ് മാർക്കറ്റിൽ സാധനം കൊടുത്ത് അവർ ഇതിൻ്റെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒരു കൃഷിക്കാരന് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അയാളിത് മതിയാക്കും, അടുത്ത തലമുറ ഇതിലേക്ക് വരില്ല. അപ്പം സമൂഹം ഇത്തരത്തിലുള്ള ആൾക്കാരെ നിന്ന്
സമൂഹം കൂടി കുറച്ച് അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. കൃഷിക്കാരന് ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹവും അടുത്ത തലമുറയ്ക്കുള്ളൂ. കാര്യം എല്ലാത്തിനും ബേസ് എന്ന് വെച്ചാൽ അന്നമാണ്. അതെ, തീർച്ചയായിട്ടും. അന്നത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന് അന്നം അന്നത്തിൽ നിന്നാണ് മനസ്സ് പോലും ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ പൂർവികരെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ശുദ്ധമായ അന്നം ഒരു പ്രധാന ഘടകമാണ്. അതിൽ പശുവിൻ്റെ പാലും തൈരും ഒക്കെ വലിയ നിർണായക ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ചെറിയ നഷ്ടമാണെങ്കിലും നമ്മൾ നടത്തണം. നഷ്ടത്തിലാവാതെ പോയാൽ അത് വളരെ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമാണ് ഞാൻ 2 വർഷമായിട്ട് നടത്തുന്നത്. അപ്പോൾ അതിന് സമൂഹവും ക്ഷീരകർഷകരും കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇതിന് തയ്യാറായി വരും. അതിൽ പൈസ മാത്രം ആഗ്രഹിച്ചാൽ നമുക്കിത് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാര്യം നമ്മൾ 2 ദിവസം നമ്മളെ മേലിൽ മണ്ണ് പറ്റുമ്പോൾ നമ്മളിത് കളഞ്ഞിട്ട് പോയാൽ പിന്നെ ഇത് ഞാനിപ്പോൾ ഈ ഒരു കൃഷി ഇവിടെ ചെയ്തു, അത് ഒരു പരാജയമായി എങ്കിൽ ഇതറിയുന്ന ഒരാളും കൃഷിയിലേക്ക് പിന്നെ വരാനൊന്ന് ആലോചിക്കും. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ കഴിയുന്ന സഹായം നമ്മൾ ക്ഷീരകർഷകർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുവാനോ പുല്ല് നടാനോ ഒക്കെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.